എല്ലാവർക്കും PSC ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂ SCERTയുടെ 5ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. കയ്യെത്തും ദൂരത്ത് ആകാശം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമുക്ക് തുടങ്ങാം. ആദ്യം ആൻഡ്രോമിഡയുടെ കഥ പറഞ്ഞുകൊണ്ട് നക്ഷത്രഗണങ്ങൾ എന്താണെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഗ്രീക്ക് കഥയിലെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ രൂപം സങ്കല്പിച്ചിരിക്കുന്ന നക്ഷത്രക്കൂട്ടമാണ് ആൻഡ്രോമിഡ. ഡിസംബർ മാസത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് വേട്ടക്കാരൻ എന്ന നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ആൻഡ്രോമിഡയുടെ കഥ നോക്കാം. എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിൻ്റെയും കാസിയോപ്യ രാജ്ഞിയുടെയും മകളായിരുന്നു ആൻഡ്രോമിഡ. മകൾ സുന്ദരിയാണെന്ന് അഹങ്കരിച്ച കാസിയോപ്യയുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടി പോസിഡോൺ എന്ന ദേവൻ ഒരു രാക്ഷസനെ അയക്കുകയും അങ്ങനെ എത്യോപ്യയെ മുഴുവനായും ആക്രമിക്കുകയും ചെയ്യുന്നു. ആ രാക്ഷസൻ്റെ പേരാണ് സീറ്റസ്. അങ്ങനെ രാജ്യം രക്ഷിക്കാൻ വേണ്ടി മകളെ ബലി കൊടുക്കാൻ സെഫ്യൂസ് തീരുമാനിച്ചു. അതുപോലെ കടൽ തീരത്തെ പാറയിൽ കെട്ടിയിട്ടു. അതാണ് ചങ്ങലയിൽ ബന്ധിപ്പിച്ച പെൺകുട്ടിയുടെ രൂപം പാറയിൽ കെട്ടിയിട്ട ആ ഒരു ഐതിഹ്യമാണ് ആൻഡ്രോമിഡ നക്ഷത്രക്കൂട്ടത്തിന് കിട്ടിയിരിക്കുന്നത്. സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്ത വീരനാണ് പെർസ്യൂസ്. അപ്പോൾ പെർസ്യൂസ് ദേവൻ ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിച്ചു. അങ്ങനെ അതാണ് ആൻഡ്രോമിഡയുടെ കഥ. ഇനി സപ്തർഷികൾ എന്ന നക്ഷത്രക്കൂട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ് സപ്തർഷികൾ. അപ്പോൾ ഏത് ദിശയിലാണ്, കിഴക്കൻ ചക്രവാളമാണോ വടക്കൻ ചക്രവാളമാണോ, അതുപോലെ ഏത് മാസമാണ് പ്രത്യക്ഷമാവുന്നത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിൽ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ആൻഡ്രോമിഡ പറഞ്ഞു, വേട്ടക്കാരൻ പറഞ്ഞു, സപ്തർഷികൾ പറഞ്ഞു. ഇനി 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് സപ്തർഷികൾ എന്ന പേര് വന്നിട്ടുള്ളത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ സപ്തർഷികൾ അറിയപ്പെടുന്നത് ബിഗ് ഡിപ്പർ എന്നാണ്. അപ്പോൾ ബിഗ് ഡിപ്പർ സപ്തർഷികൾ തന്നെയാണ്, പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്നു, വലിയ തവിയുടെ രൂപം സങ്കല്പിച്ചുകൊണ്ട്. അപ്പോൾ ഓരോ ദേശത്തും ഓരോ പേരുകളാണ്, അവരുടെ ഐതിഹ്യങ്ങളും അവരുടെ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട പേരുകളാണ് അവർ നൽകിയത്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായി കാണപ്പെടുന്ന നക്ഷത്രഗണമാണ് സപ്തർഷികൾ. അർസ മേജർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സപ്തർഷികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നക്ഷത്രഗണം തന്നെയാണ്, അതിൻ്റെ ഭാഗമായി കാണുന്നു അർസ മേജർ. പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് രൂപങ്ങൾ സങ്കല്പിച്ചതും അതത് പ്രദേശങ്ങളിലെ ഐതിഹ്യങ്ങളുടെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. പ്രാചീന കാലത്ത് നക്ഷത്ര നിരീക്ഷണം നടത്താനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ദിക്കറിയാൻ, അതുപോലെ കാലാവസ്ഥാ പ്രവചനത്തിന്, സഞ്ചാരത്തിന്, ആഘോഷങ്ങൾക്ക്, കാർഷിക പ്രവർത്തനങ്ങൾക്ക്. അപ്പം അവർ ഇതിനൊക്കെ ആയിട്ടാണ് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചത്. ഈ സമയത്ത് ഈ മാസത്തിൽ, ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ ഈ നക്ഷത്രഗണം രൂപപ്പെടുന്നു. അങ്ങനെ അവരതിനെ ഉപയുക്തമാക്കി ദിക്കറിയാനും കാർഷിക പ്രവർത്തനങ്ങളെ ഏകീകരിക്കാനും അതുപോലെ അവരുടെ ആഘോഷങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താനും സമയം നിരീക്ഷിക്കാനും ഒക്കെ ആയിട്ട് അവർ അതിനെ ഉപയോഗപ്പെടുത്തി. നക്ഷത്രഗണങ്ങളുമായി ബന്ധപ്പെട്ട കഥകളിലെ യാഥാർത്ഥ്യം അന്വേഷിച്ചവരാണ് ജ്യോതിശാസ്ത്രജ്ഞർ. പ്രധാന ജ്യോതിശാസ്ത്രജ്ഞർ ഗലീലിയോ, കോപ്പർനിക്കസ്, ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ, സ്റ്റീഫൻ ഹോക്കിൻസ്. ഇനി ഇന്ത്യയിലെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞരായിരുന്നു ആര്യഭടൻ, ഭാസ്കരാചാര്യർ. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യഭടൻ ജ്യോതിശാസ്ത്രം, അങ്ങനെ വൈദ്യശാസ്ത്രം, അങ്ങനെ ഓപ്ഷന് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആര്യഭടനും ഭാസ്കരാചാര്യരും ഇന്ത്യയിലെ പ്രാചീന കാലത്തെ ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്നു. ഇനി ഓരോ ശാസ്ത്രജ്ഞന്മാരുടെയും കുറച്ച് ജീവചരിത്രം പോലെ കുറച്ച് പോയിൻറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഗലീലിയോ ഗലീലിയാണ്. ഭൗതിക ശാസ്ത്രജ്ഞൻ, ജ്യോതിശാസ്ത്രജ്ഞൻ, വാനനിരീക്ഷകൻ, തത്വചിന്തകൻ എന്നീ നിലകളിലെ കഴിവ് തെളിയിച്ച ഇറ്റലിക്കാരനാണ്. അപ്പം ഗലീലിയോയുടെ ജന്മദേശം ചോദിച്ചാൽ ഇറ്റലി. 1609 ചാരക്കണ്ണാടി അഥവാ സ്പൈ ഗ്ലാസ് എന്നറിയപ്പെടുന്ന ദൂരദർശിനി പരിഷ്കരിച്ചുകൊണ്ട് ആകാശഗോളങ്ങളെ നിരീക്ഷിച്ചു. അപ്പം എപ്പോൾ മുതലാണ് ആദ്യമായിട്ട് ദൂരദർശിനി ഉപയോഗിച്ചത്? നമ്മൾ പണ്ടേ പഠിക്കുന്ന ഗലീലിയോ ഗലീലി. അപ്പം ആ ഒരു വർഷവും കൂടി നോട്ട് ചെയ്യുക, 1609. ചന്ദ്രോപരിതലത്തിലെ കുന്നുകളും ഗർത്തങ്ങളും ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കുകയും അവയുടെ രേഖാചിത്രം വരയ്ക്കുകയും ചെയ്തു. വ്യാഴത്തിൻ്റെ വലിയ 4 ഉപഗ്രഹങ്ങളെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ
എന്ന് പിന്നീട് അറിയപ്പെട്ടു. അപ്പോൾ അവയെ കണ്ടെത്തിയതാരാണ്? ഗലീലിയോ ആണ്. 1610 ദി സ്റ്റാറി മെസ്സഞ്ചർ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആ വർഷം നോട്ട് ചെയ്യുക. 1610 ദി സ്റ്റാറി മെസ്സഞ്ചർ എന്ന ഗ്രന്ഥം എഴുതിയത് ഗലീലിയോ. സൂര്യകളങ്കങ്ങളെയും ശനിയുടെ വലയങ്ങളെയും നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ. നിരീക്ഷണം, പരീക്ഷണം, ഗണിതവൽക്കരണം എന്നിവയാണ് ശാസ്ത്രത്തിൻ്റെ പണിയായുധങ്ങളെന്ന് ലോകത്തിന് ആദ്യമായി കാട്ടിക്കൊടുത്ത ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ. ഇനി അടുത്തതായി വരുന്നത് ഐസക് ന്യൂട്ടൺ. ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്നു സർ ഐസക് ന്യൂട്ടൺ. 1687 പുറത്തിറക്കിയ ഗുരുത്വാകർഷണം, ചലന നിയമങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന ന്യൂട്ടൻ്റെ ഗ്രന്ഥമാണ് പ്രിൻസിപ്പിയ അല്ലെങ്കിൽ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. 1687 വർഷങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. പ്രകാശത്തിൻ്റെ കണികാ സ്വഭാവം വ്യക്തമാക്കുന്ന കണികാ സിദ്ധാന്തം ന്യൂട്ടൻ്റെ സംഭാവനയാണ്. കണികാ സിദ്ധാന്തം ഇത് ചേരുമ്പടി ചേർക്കാനൊക്കെ വരാറുണ്ട്. കണികാ സിദ്ധാന്തം ഐസക് ന്യൂട്ടൻ. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനശക്തനായ ശാസ്ത്ര പ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ആ വർഷം എപ്പോഴാണ്, ഏത് വർഷത്തിലാണ് നൂറ്റാണ്ടിലെ ശാസ്ത്ര പ്രതിഭയായിട്ട് ഐസക് ന്യൂട്ടനെ തിരഞ്ഞെടുത്തത് ചോദിച്ചാൽ 2005. ആദ്യത്തെ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ. അപ്പോൾ ടെലിസ്കോപ്പിൻ്റെ കണ്ടെത്തൽ ഗലീലിയോ ആയിരുന്നു. റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പിൻ്റെ കണ്ടെത്തൽ ഐസക് ന്യൂട്ടനാണ്. സർ പദവി ലഭിച്ച രണ്ടാമത്തെ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ന്യൂട്ടനോടുള്ള ആദരവായിട്ട് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൻ എന്നാണ്. രാഷ്ട്രത്തിൻ്റെ ആദരവോടെ ശവമടക്കപ്പെട്ട ആദ്യത്തെ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് ആര്? ഐസക് ന്യൂട്ടൻ. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഓർത്ത് വയ്ക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ടവ ഏത്, ഗലീലിയോയുമായി ബന്ധപ്പെട്ടവ ഏത്, അങ്ങനെയെല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു മേഖലയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞനായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. ജൂതവംശജനായ ഐൻസ്റ്റീൻ ജർമ്മനിയിലാണ് ജനിച്ചത്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ജന്മദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ ജർമ്മനി. ഐൻസ്റ്റീൻ്റെ പൊതു ആപേക്ഷിക സിദ്ധാന്തം ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ അടിസ്ഥാന ശിലകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പൊതു ആപേക്ഷിക സിദ്ധാന്തം ആരുടെയാണെന്ന് ചോദിച്ചാൽ ഐൻസ്റ്റീൻ. ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള ഐൻസ്റ്റീൻ്റെ സമവാക്യമാണ് E=mc². അപ്പോൾ ഈ എനർജി, എം മാസ്, സി എന്താണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ E=mc². ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംബന്ധിച്ച പുതിയ നിയമം രൂപവത്കരിച്ചതിന് 1921 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ വർഷവും ചോദിക്കാം, അതുപോലെ ഏത് കണ്ടുപിടുത്തത്തിനാണ് ഐൻസ്റ്റീന് നോബൽ ലഭിച്ചതെന്നും ചോദിക്കാം. 1921 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംബന്ധിച്ച പുതിയ നിയമം രൂപവത്കരിച്ചതിന്. ഇനി 1999 ഇന്നത്തെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി സെഞ്ച്വറിയായി തിരഞ്ഞെടുത്ത ആരെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീനെയാണ്. 1999 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി സെഞ്ച്വറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 3 ശാസ്ത്ര പ്രബന്ധങ്ങളും 150ഓളം ശാസ്ത്രേതര ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അറിയപ്പെടുന്നത്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇനി സ്റ്റീഫൻ ഹോക്കിങ്സ്. നമുക്കറിയാം, നമ്മുടെ പണ്ടത്തെ ഇൻസ്പിറേഷണൽ സ്റ്റോറിയിലൊക്കെ ഒരു സ്റ്റാറാണ് ആര്? സ്റ്റീഫൻ ഹോക്കിങ്. അത്രയും ഒരു രോഗം പിടിപെട്ടിട്ടും വീൽ ചെയറിലിരുന്നു കൊണ്ട് പ്രപഞ്ചത്തിലെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു പ്രതിഭയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. നമുക്ക് പോയിൻറ്റ്സ് നോക്കാം. പ്രസിദ്ധനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സ്. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോദ്വാരങ്ങളെക്കുറിച്ച് ഇന്ന് ലഭ്യമായ വിവരങ്ങളിൽ പലതും സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ വിവരങ്ങളിലൂടെ ലഭ്യമായവയാണ്. സ്റ്റീഫൻ ഹോക്കിങ് കോസ്മെറ്റോളജി വിഭാഗം ഡയറക്ടറായിരുന്ന ബ്രിട്ടനിലെ സർവകലാശാലയാണ് കാമ്പസ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. കാമ്പസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സ് കോസ്മെറ്റോളജി വിഭാഗം ഡയറക്ടറായിരുന്നത്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പ്രശസ്തമായ ശാസ്ത്രഗ്രന്ഥം രചിച്ചു. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അതുപോലെ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, അത് രചിച്ചതും ആരാണ്? സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ്. യൂണിവേഴ്സൽ ഇൻ എ നട്ട്ഷെൽ. 1967 ഡോക്ടറേറ്റ് നേടി. സ്റ്റീഫൻ ഹോക്കിങ്സ് 1967 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഗണിതശാസ്ത്രജ്ഞനുമായ റോജർ റോസുമായി ചേർന്ന് എഴുതിയ സിംഗുലാരിറ്റീസ് ആൻഡ് ജോമെട്രി ഓഫ് സ്പേസ് ടൈം
എന്ന പ്രബന്ധത്തിന് വിഖ്യാതമായ ആദംസ് പ്രൈസ് ലഭിച്ചു. അപ്പോൾ ആദംസ് പ്രൈസ് ലഭിച്ച ആരൊക്കെ ചേർന്ന് എഴുതി? സ്റ്റീഫൻ ഹോക്കിങ്സും റോജർ റോസും ചേർന്ന് എഴുതിയ പ്രബന്ധമാണ് ഇത്, സിംഗുലാരിറ്റീസ് ആൻഡ് ജോമെട്രി ഓഫ് സ്പേസ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് ഇത് ശരിയാണോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് ആസൂത്രണം ചെയ്ത അന്യഗ്രഹ ജീവൻ തേടുന്ന ഗവേഷണ പദ്ധതിയാണ് ബ്രേക്ക് ത്രൂ ഇനീഷ്യേറ്റീവ്. ബ്രേക്ക് ത്രൂ ഇനീഷ്യേറ്റീവ് ഈ ഒരു പ്രോഗ്രാമും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേക്ക് ത്രൂ ഇനീഷ്യേറ്റീവ്. ആൽബർട്ട് ഐൻസ്റ്റീന് ശേഷം ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭനായ മസ്തിഷ്കത്തിൻ്റെ ഉടമയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് അറിയപ്പെടുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ മുഖ്യ ഗവേഷണ വിഷയം ഏതായിരുന്നു? സൈദ്ധാന്തിക ജ്യോതിശാസ്ത്രം. അത് പഠിച്ചു വെക്കുക. ഏത് മേഖലയിലായിരുന്നു നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നതെന്ന് ചോദിച്ചാൽ സൈദ്ധാന്തിക ജ്യോതിശാസ്ത്രം. സ്റ്റീഫൻ ഹോക്കിങ്സിനെ ബാധിച്ച മോട്ടോർ ന്യൂറോൺ രോഗമാണ് നാഡീകോശങ്ങളെ തളർത്തുന്ന അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ്. അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ വരില്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചോദിച്ചേക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ബഹിരാകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ബഹിരാകാശം? മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നടക്കുന്നതുമായ ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമുള്ളത് ബഹിരാകാശത്താണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഒരേ പ്രതലത്തിലല്ല. അപ്പോൾ അവർ തമ്മിൽ ഒരുപാട് പ്രകാശവർഷങ്ങളുടെ അകലമുണ്ട്. പക്ഷെ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ആകാശത്തിങ്ങനെ ഓരോ ഗ്രഹങ്ങളും അതുപോലെ നക്ഷത്രക്കൂട്ടങ്ങളും ഒക്കെ കാണുന്നു. അവയെല്ലാം ഒരേ പ്രതലത്തിലാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് K-STAR-ഉം സ്റ്റെല്ലേറിയവും. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, K-STAR, സ്റ്റെല്ലേറിയം. IT പുസ്തകത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അതുകൊണ്ട് ഓർത്ത് വയ്ക്കാം. ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്തുവാനും പരീക്ഷണങ്ങൾ ചെയ്യുവാനുമായി ബഹിരാകാശത്ത് ഒരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം. അപ്പോൾ ബഹിരാകാശ നിലയത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒക്കെ പോയി കുറച്ച് ദിവസം ഇന്ധനത്തിൻ്റെ ചോർച്ച കാരണം കുറച്ചധികം നാൾ അവിടെ തങ്ങേണ്ടി വന്നു. അപ്പോൾ അവർ ഇങ്ങനെ ബഹിരാകാശ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നതാണ്. അങ്ങനെ ഒരു താൽക്കാലിക ഒരു കേന്ദ്രമാണ് ഇത് ബഹിരാകാശ നിലയം എന്നത്. പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിലെത്തുന്നവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബഹിരാകാശത്തിൻ്റെ സവിശേഷതകൾ. ആ പ്രശ്നങ്ങൾ ശരിക്കും ബഹിരാകാശത്തിൻ്റെ സവിശേഷതകളാണ്. വായുവില്ല, അതുപോലെ ഭാരം അനുഭവപ്പെടുന്നില്ല, ജലമില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ. ഇനി ബഹിരാകാശ നിലയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മാത്രമല്ല, ബാക്കി ഒരുപാട് രാജ്യങ്ങൾ ബഹിരാകാശ നിലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ISS. അമേരിക്ക, റഷ്യ, ജപ്പാൻ, യൂറോപ്പ്, കാനഡ എന്നീ 5 രാജ്യങ്ങളിലെ ബഹിരാകാശ ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി സ്ഥാപിതമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഈ 5 രാജ്യങ്ങളുടെയും ബഹിരാകാശ ഏജൻസികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയുടേത് നാസയാണ്, റഷ്യയുടേത് റോസ്കോസ്മോസ് ആണ്, ജപ്പാൻ്റേത് JAXA, അതുപോലെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA, കാനഡ സ്പേസ് ഏജൻസി CSA. ഇവയുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥാപിതമായത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് ഏകദേശം 420 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്നു. ആ ഡിസ്റ്റൻസും ഇമ്പോർട്ടൻ്റ് ആണ്. 420 കിലോമീറ്റർ ഉയരം. 92.68 മിനിറ്റിനുള്ളിൽ ഭൂമിയെ ചുറ്റിയുള്ള ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നു. അതിനാൽ ഒരു ദിവസം 16 തവണ ഭൂമിയെ ചുറ്റുന്നു. 92.68 മിനിറ്റിനുള്ളിൽ ഒരു തവണ ചുറ്റുന്നു. അതുകൊണ്ട് 16 തവണ ഭൂമിയെ ഒരു ദിവസം ചുറ്റുന്നുണ്ട്. സുനിത വില്യംസ് അവിടെയുള്ളപ്പം പറഞ്ഞിരുന്നു 16 സൂര്യാസ്തമയങ്ങൾ കാണാൻ പറ്റും. സൂര്യോദയവും സൂര്യാസ്തമയവും 16 ദിവസവും കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ബഹിരാകാശത്തിൻ്റെ പ്രത്യേകതയാണ്. ബഹിരാകാശത്തിൻ്റെ അല്ല, ISS ഇങ്ങനെ പരിക്രമണം ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും തവണ കാണാൻ പറ്റുന്നത്. ബഹിരാകാശ നിലയം സേവനങ്ങൾ. ജ്യോതിശാസ്ത്രം,
കാലാവസ്ഥാ ശാസ്ത്രം, ഭൗതികശാസ്ത്രം തുടങ്ങി വിവിധ ശാസ്ത്ര മേഖലകളിൽ ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നു. ബഹിരാകാശ പേടകങ്ങളും ഉപകരണങ്ങളും പരിശോധിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കും ഉപയോഗിക്കാം. ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ഒരു ദീർഘകാല ദൗത്യങ്ങളുടെ ഇടത്താവളമായി ഉപയോഗിക്കാം. അപ്പം മുൻകാല പരീക്ഷണങ്ങൾക്കൊക്കെ ഇത് വളരെ ഉപയോഗപ്രദമാണ്. ഇനി സല്യൂട്ട് 1, ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയമാണിത്. സല്യൂട്ട് 1 1971 ഏപ്രിൽ 19 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചു. അപ്പോൾ ആദ്യമായിട്ട് സോവിയറ്റ് യൂണിയനാണ് ഒരു ബഹിരാകാശ നിലയം വിക്ഷേപിക്കുന്നത്. അന്ന് അമേരിക്കയും റഷ്യയും തമ്മിൽ നല്ലൊരു മത്സരം, ഈ ബഹിരാകാശ മേഖലയിൽ നല്ല രീതിയിൽ മത്സരം നടക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ബഹിരാകാശ നിലയം വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയനാണ്. ആ വർഷവും ഓർത്ത് വയ്ക്കാം. ഇനി സ്കൈലാബ്, അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയമാണ് സ്കൈലാബ്. 1973 നാസ വിക്ഷേപിച്ചു. അപ്പോൾ 2 വർഷത്തിന് ശേഷം, സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച 2 വർഷത്തിന് ശേഷം 1973 സ്കൈലാബ് അമേരിക്ക വിക്ഷേപിക്കുന്നത്. 1974 വരെ ഭ്രമണപഥത്തിലുണ്ടായിരുന്ന സ്കൈലാബ് സോളാർ ഫിസിക്സ് പഠനങ്ങൾക്കും ഭൗമ നിരീക്ഷണങ്ങൾക്കും ഉൾപ്പെടെ വിവിധ പരീക്ഷണങ്ങൾ നടത്തി. അടുത്തത് മിർ. 1986 മുതൽ 2001 വരെ പ്രവർത്തനക്ഷമമായിരുന്ന മിർ സോവിയറ്റ് യൂണിയൻ്റെ ബഹിരാകാശ നിലയമായിരുന്നു. അപ്പോൾ മിർ എന്നത് സോവിയറ്റ് യൂണിയൻ്റെതായിരുന്നു. 1986 മുതൽ 2001 വരെ പ്രവർത്തന സജ്ജമായിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ മുൻഗാമിയാണ് ആര്? മിർ. ആദ്യത്തെ മോഡുലാർ ബഹിരാകാശ നിലയമാണ് മിർ. അപ്പോൾ ഇങ്ങനെ സിംഗിളായിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമൊക്കെ എടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എവിടെ നിന്നാണ് എടുത്തത് എന്ന് വിചാരിക്കും. അപ്പോൾ SCERT-ൽ ഇങ്ങനെയുള്ള റെയർ പോയിൻറ്റ്സ് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ മോഡുലാർ ബഹിരാകാശ നിലയമാണ് മിർ. ഇനി ടിയാങ്കോങ് സ്റ്റേഷനുകൾ അടുത്തിടെയായിട്ട് ചൈന വിക്ഷേപിച്ച സ്റ്റേഷനുകളാണ്. ചൈനയുടെ ബഹിരാകാശ നിലയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ടിയാങ്കോങ് സ്റ്റേഷനുകൾ. ഈ സ്റ്റേഷൻ്റെ ആദ്യ മൊഡ്യൂളായ ടിയാൻ ഹെഗോർ മൊഡ്യൂൾ 2021 സമാരംഭിച്ചു. ടിയാൻ ഹെഗോർ മൊഡ്യൂളാണ് ആദ്യത്തെ മൊഡ്യൂൾ. ഇനി ചന്ദ്രൻ്റെ പ്രത്യേകതകൾ. രാത്രികാലങ്ങളിൽ ആകാശത്തെ ഏറ്റവും തെളിഞ്ഞതും വലുതുമായി കാണപ്പെടുന്ന ആകാശഗോളമാണിത്, ചന്ദ്രൻ. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലം 3.84 ലക്ഷം കിലോമീറ്റർ. ഈ ഒരു ഡിസ്റ്റൻസ് ഓർത്ത് വയ്ക്കാം. 3.84 ലക്ഷം കിലോമീറ്റർ ആണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതുകൊണ്ടാണ് ചന്ദ്രൻ്റെ നിറം നമ്മൾ ചന്ദ്രൻ പ്രകാശമാനമായി കാണുന്നത്. ചന്ദ്രൻ്റെ മറ്റ് പ്രത്യേകതകൾ. ഗോളാകൃതി, സ്വയം പ്രകാശിക്കുന്നില്ല. ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. സ്വയം തിരിയുന്നു, അതായത് ഭ്രമണമുണ്ട്. ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു. ഇത്രയും പ്രത്യേകതകളാണ് ചന്ദ്രൻ്റെത്. ഇനി നക്ഷത്രങ്ങളും ആകാശഗോളങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് കൊടുത്തിരിക്കുന്നത്. നക്ഷത്രം, ഗ്രഹം, ഉപഗ്രഹം, അങ്ങനെ 3 ടൈപ്പായിട്ട് പറയുന്നുണ്ട്. നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ. പ്രകൃതിയാലുള്ളതാണ്. ഗ്രഹവും പ്രകൃതിയാലുള്ളതാണ്. ഉപഗ്രഹം പ്രകൃതിയാലുള്ളതും മനുഷ്യനിർമ്മിതവുമുണ്ട്. അപ്പോൾ ചന്ദ്രൻ പ്രകൃതിയാലുള്ളതാണെന്നാൽ നമ്മൾ വിക്ഷേപിക്കുന്ന മറ്റൊരു ഉപഗ്രഹം, കാലാവസ്ഥാ ഉപഗ്രഹം, പ്രകൃതിയാലുള്ളതാണോ? അല്ല, അതൊരു കൃത്രിമ ഉപഗ്രഹമാണ്. ഇനി നക്ഷത്രം സ്വയം പ്രകാശിക്കുന്നുണ്ട്, പക്ഷേ ഗ്രഹവും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം ഗ്രഹങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് പ്രകാശിക്കുന്നതായി തോന്നുന്നു. അപ്പോൾ നക്ഷത്രങ്ങളുടെ പ്രത്യേകതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്രഹത്തിനും ഉപഗ്രഹത്തിനും സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നത് ഏതാണ്? നക്ഷത്രങ്ങളാണ്. അവയുടെ കാരണം എന്താണ്? മിന്നിത്തിളങ്ങുന്നതിൻ്റെ കാരണം അപവർത്തനം എന്ന പ്രതിഭാസമാണ്. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നിത്തിളങ്ങാതെ കാണുന്നു. ഇനി അടുത്തതായിട്ട് ഭൂമിയുടെ കുറച്ച് പ്രത്യേകതകൾ പറയുന്നു. 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ഭൂമിക്കുണ്ട്. അപ്പം ഉപഗ്രഹമായ ചന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് ഭൂമിക്കുള്ളത്. ഭൂമിയുടെ ഉപരിതല വിസ്തീർണം 510.1 മില്യൺ ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉപരിതല വിസ്തീർണം. ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇനി സൂര്യൻ്റെ ചെറിയ പോയിൻറ്റ്സ്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം സൂര്യനുണ്ട്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം 15 കോടി കിലോമീറ്റർ ആണ്. ഇനി ആൽഫ സെൻറ്റോറി എ എന്ന ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്.
സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ് ഇത് ആൽഫ സെൻറ്റൗറി എ. 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ആൽഫ സെൻറ്റൗറിക്ക് ഉണ്ട്. അപ്പോൾ സൂര്യനെ കഴിഞ്ഞും വലുതാണ്. 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിയും. ഭൂമിയിൽ നിന്ന് ആൽഫ സെൻറ്റൗറിയിലേക്കുള്ള ദൂരം 40 ലക്ഷം കോടി കിലോമീറ്റർ. ഇനി സൗരയൂഥം എന്താണെന്നാണ് പറയുന്നത്. സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8. അപ്പോൾ 8 ഗ്രഹങ്ങളാണ് ഇപ്പോൾ സൗരയൂഥത്തിലുള്ളത്. ഏതൊക്കെയാണെന്ന് ആ ഓർഡറിൽ പഠിച്ചു വെക്കുക. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഏറ്റവും വലിയ ഗ്രഹമാണ് ഏത്? വ്യാഴം. എന്നാൽ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ഇനി പ്ലൂട്ടോയ്ക്ക് സൗരയൂഥ ഗ്രഹ പദവി നഷ്ടപ്പെട്ട വർഷം 2006 ഓഗസ്റ്റ് 26. അപ്പോൾ പഴയ SCERTയിൽ ഈ ഡേറ്റ് ഇല്ലായിരുന്നു. ഓഗസ്റ്റെന്നേ ഉണ്ടായിരുന്നുള്ളൂ, 26 ഇല്ലായിരുന്നു. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. 2006 ഓഗസ്റ്റ് 26. ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് പരിക്രമണ പഥം അഥവാ ഓർബിറ്റ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായ സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു സൗരയൂഥം മാത്രമല്ല, അതുപോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ വേറെയും ഉണ്ടാകാം. നമുക്കതൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനി കൃത്രിമ ഉപഗ്രഹങ്ങൾ അഥവാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്താണ്? ക്യാമറയും മറ്റു ഉപകരണങ്ങളും ഘടിപ്പിച്ചതും ഭൂമിയെ ചുറ്റുന്നതുമായ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ. കൃത്രിമോപഗ്രഹങ്ങളാണ് GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ: വിദൂര സംവേദനം, ഗതി നിർണയം, വാർത്താവിനിമയത്തിന്, സൈനിക ആവശ്യങ്ങൾക്ക് അഥവാ പ്രതിരോധത്തിന്, കാലാവസ്ഥ പ്രവചനത്തിന്, ആശയവിനിമയത്തിന്, ശാസ്ത്ര പര്യവേഷണത്തിന്, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും രേഖപ്പെടുത്തുന്നതിനും, ഭൂഗർഭ വസ്തുക്കളെക്കുറിച്ച് പഠനം നടത്തുന്നതിന്, ഭൂമിയുടെ കാന്തികതയെക്കുറിച്ച് പഠിക്കുന്നതിന്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ കാന്തികതയെക്കുറിച്ച് പഠിക്കുന്നതിന്, ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മാപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ GPS ഒക്കെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി കാണിച്ചു തരുന്നു. അപ്പോൾ അതൊക്കെ മാപ്പ് തയ്യാറാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ്. അത് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സേവനങ്ങളിൽ പെടുന്നു. ഇനി GPS എന്താണെന്ന് പറയുന്നു. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഒരു സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ സ്ഥാനം വിദൂരമായി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനമാണ് എന്ത്? GPS. 1960കളിൽ US സൈന്യമാണ് ആദ്യമായി ഉപയോഗിച്ചത്. അപ്പോൾ ഏത് രാജ്യത്തിൻ്റേതാണ് GPS എന്ന് ചോദിച്ചാൽ അമേരിക്കയുടേതാണ്. ഏത് വർഷം? 1960. GPS നെറ്റ്വർക്കിൽ 24 ഉപഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. GPS കുറിച്ച് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ശരിയായവ എന്ന് ചോദിച്ച് ഈ പോയിൻറ്റ്സ് എല്ലാം കൊടുക്കാം. ഇനി GPS ഉപയോഗങ്ങൾ: കൃത്യസ്ഥാനം നൽകുന്നു, വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സ്ഥാനം ട്രാക്ക് ചെയ്യുന്നു, ലോക ഭൂപടങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്നു. GPS സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS. ഇപ്പോൾ ഫുൾ ഫോം അടക്കം പഠിച്ചു വയ്ക്കുക. IRNSS ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ സംവിധാനമാണ് IRNSS. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19 ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായ ഇൻസാറ്റ് 1A എന്ന ആശയവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ചത് 1982 ഏപ്രിൽ 10. അപ്പോൾ ഈ 2 ഡേറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും പഠിച്ചു വയ്ക്കാം. ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങളും അവയുടെ പ്രധാന ഉപയോഗങ്ങളും. അപ്പോൾ ഇത് ചേരുംപടി ചേർക്കാനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇൻസാറ്റ് വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ടാണ് വിക്ഷേപിച്ചത്. അതുപോലെ എഡ്യൂക്കേഷൻ അതിൽ തന്നെയുണ്ട്, വിദ്യാഭ്യാസം. IRNSS നേരത്തെ നമ്മൾ പറഞ്ഞു, ഗതി നിർണയത്തിന് വേണ്ടി ഇന്ത്യ സ്വതന്ത്രമായി വികസിപ്പിച്ചെടുത്തത്. കാർട്ടോസാറ്റ് എന്തിനാണ്? ഭൗമ നിരീക്ഷണത്തിനാണ്. കാർട്ടോഗ്രഫി എന്നൊക്കെ പറഞ്ഞാൽ ഭൂപട നിർമ്മാണ ശാഖയല്ലേ, അപ്പം ഭൗമ നിരീക്ഷണം എന്ന് ഓർത്ത് വയ്ക്കുക. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, ആസ്ട്രോളജി എന്ന് പറഞ്ഞ ജ്യോതിശാസ്ത്രമാണ്. GSAT-7 അതുപോലെ എമിസാറ്റ് പ്രതിരോധം. GSAT-7ഉം എമിസാറ്റും പ്രതിരോധത്തിനായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച 2 ഉപഗ്രഹങ്ങളാണ്. ഇനി റോക്കറ്റുകൾ എന്താണ്?
ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന പേടകങ്ങളാണ് റോക്കറ്റുകൾ. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് നൈക് അപ്പാച്ചെ. നൈക് അപ്പാച്ചെ വിക്ഷേപിച്ച എവിടെ നിന്നാണ്? തുമ്പയിൽ നിന്നാണ്. തുമ്പ ഇക്വറ്റോറിയൽ സ്പേസ് സെൻറ്ററിൽ നിന്ന് നൈക് അപ്പാച്ചെ വിക്ഷേപിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ്. അപ്പോൾ വിക്രം എസ് റോക്കറ്റ് അത് കറണ്ട് അഫെയറിൽ വന്ന ഒരു പോയിൻ്റായിരുന്നു. 2022 നവംബർ 18 വിക്രം എസ് വിക്ഷേപിച്ചത്. അതുപോലെ എല്ലാ കാലത്തും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ്. റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. എക്സാമ്പിൾ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, അതുപോലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. അപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള 2 റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളാണ് ഇവ. അതിൽ തുമ്പയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 1963 നവംബർ 21 സ്ഥാപിതമായ ഡേറ്റ് 1963 നവംബർ 21. ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയ്ക്ക് സമീപത്താണ് സ്ഥാനം. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ തുമ്പ ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ കാന്തിക ഭൂമധ്യരേഖ ഓർത്ത് വയ്ക്കാം. വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായി 1972 വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേര് നൽകി. അപ്പോൾ പേര് മാറ്റിയ വർഷം 1972. ഇനി സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2 വിക്ഷേപണ തറകളുണ്ട്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിന് 2 വിക്ഷേപണ തറകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ ഇവിടെയാണ് നടക്കുന്നത്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വരുന്ന സ്ഥലമായതിനാൽ ഉപഗ്രഹ വിക്ഷേപണത്തിന് സഹായകമായ അതികേന്ദ്രീകൃത ബലം ലഭിക്കുന്നു. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു പോയിൻ്റായിട്ട് ചോദിക്കാം. എന്ത് പ്രത്യേകതയാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ അധിക കേന്ദ്രീകൃത ബലം ഉള്ളതുകൊണ്ട് റോക്കറ്റ് വിക്ഷേപണത്തിന് നല്ലതാണ്. ഇനി വിക്രം സാരാഭായ് എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള കുറച്ച് പോയിൻറ്റ്സ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ISROയുടെ ആദ്യ ചെയർമാനാണ് ആര്? വിക്രം സാരാഭായ്. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. വിക്രം സാരാഭായിയോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC എന്നും അതുപോലെ ചാന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത്. ഇനി സതീഷ് ധവാൻ ISROയുടെ ചെയർമാനായിരുന്നു. ISROയുടെ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. സതീഷ് ധവാൻ്റെ ഓർമ്മയ്ക്കായി 2002 ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് ലോഞ്ചിങ് കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പേര് ലഭിച്ചു. അപ്പോൾ ആ പേര് മാറ്റിയ 2 വർഷങ്ങളും ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവരുടെയൊക്കെ പ്രത്യേകതകൾ. ഇനി ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളാണ്. ഓരോ രാജ്യത്തിൻ്റെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുടെ പേര്. ഇന്ത്യയുടേത് ISRO, അമേരിക്കയുടേത് നാസയാണ്, നാഷണൽ എയറോനോട്ടിക് സ്പേസ് ഏജൻസി. റഷ്യയുടേത് റോസ്കോസ്മോസ്. യൂറോപ്യൻ രാജ്യങ്ങളുടേത് ESA, ജപ്പാൻ്റേത് JX അല്ലെങ്കിൽ JAXA, ചൈനയുടേത് CNSA. നേരത്തെ 5 രാജ്യങ്ങളുടെ പറഞ്ഞിരുന്നു, ചൈനയാണ് കൂടുതലായിട്ട് വന്നത്, CNSA. ഇനി ISROയുടെ കാര്യങ്ങൾ. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ISRO അഥവാ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. സ്ഥാപിതമായ വർഷം 1969 ഓഗസ്റ്റ് 15 ആസ്ഥാനം ബംഗളൂരു, കർണാടക. സ്ഥാപക ചെയർമാൻ വിക്രം സാരാഭായ്. ഇനി ബഹിരാകാശ വാരം ആഘോഷിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ച ഡേറ്റിൻ്റെ ഓർമ്മയ്ക്കായി ഒക്ടോബർ 4. അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായി ഒക്ടോബർ 10. അങ്ങനെ ഈ 2 ഡേറ്റുകളുടെ ഓർമ്മയ്ക്കായാണ് ബഹിരാകാശ വാരം ആഘോഷിക്കുന്നത്. ഒക്ടോബർ 4 to ഒക്ടോബർ 10. സ്പുട്നിക് 1 വിക്ഷേപിച്ച ഡേറ്റ് ഓർത്ത് വയ്ക്കുക. ആരാണ്? സോവിയറ്റ് യൂണിയനാണ് വിക്ഷേപിച്ചത്. 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായാണ് ഈ വാരാചരണം നടത്തുന്നത്.
അപ്പോൾ ബഹിരാകാശ ഉടമ്പടിയുടെ വർഷം 1967 ഒക്ടോബർ 10. ഇനി ചാന്ദ്രയാത്രകൾ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969 ജൂലൈ 21. ജൂലൈ 21 ചാന്ദ്രദിനമായി നമ്മൾ ആചരിക്കുന്നു. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ചന്ദ്രനിലെത്താൻ സാധിച്ചത്. ആദ്യമായി ചന്ദ്രനിലെത്തിയ ബഹിരാകാശ സഞ്ചാരികൾ ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൾഡ്രിനുമാണ്. 3 പേരാണ് പോയത്. ഒരാൾ പേടകം നിയന്ത്രിക്കുകയായിരുന്നു. ആരായിരുന്നു? മൈക്കൽ കോളിൻസ്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിനാണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ചത്. അപ്പോളോ 11 എന്ന പേടകത്തെ നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരിയായിരുന്നു മൈക്കൽ കോളിൻസ്. ഇന്ത്യയുടെ ചാന്ദ്രയാത്രകളാണ് പറയുന്നത്. ഇന്ത്യയുടെ ചാന്ദ്രയാത്രകൾക്ക് പൊതുവായി നൽകപ്പെട്ട പേരാണ് ചാന്ദ്രയാൻ. അപ്പോൾ ചാന്ദ്രയാൻ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ ഇതുവരെ 3 പര്യവേഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് ചാന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചാന്ദ്രയാൻ 1. വിക്ഷേപിച്ച ഡേറ്റ് 2008 ഒക്ടോബർ 22, ശ്രീഹരിക്കോട്ട. ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡേറ്റും പഠിച്ചു വെക്കുക. അതുപോലെ അതിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു, അതിൻ്റെ പരീക്ഷണം നടത്തിയതെന്ന് ഓർത്ത് വെക്കുക. പിന്നെ പ്രോജക്റ്റ് ഡയറക്ടർമാർ, അതുപോലെ മിഷൻ ഡയറക്ടർമാർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ സമയത്ത് ആരായിരുന്നു ISRO ചെയർമാൻ, അത് എക്സ്ട്രാ ആയിട്ട് ശേഖരിച്ച് വെച്ച് പഠിക്കുക. ഇനി ചാന്ദ്രയാൻ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചാന്ദ്രയാൻ 2. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. 2019 ജൂലൈ 22. ചന്ദ്രനിലിറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ചാന്ദ്രയാൻ 2ൻ്റെ ലക്ഷ്യം. ഇനി ചാന്ദ്രയാൻ 3. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ആദ്യത്തെ പേടകമാണ് ചാന്ദ്രയാൻ 3. അപ്പോൾ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ആദ്യത്തെ രാജ്യം ചോദിച്ചാലും ഇന്ത്യയാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-നാണ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23. അന്ന് ആ ഡേറ്റാണ് ഏത്? ബഹിരാകാശ ദിനമായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3യിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങൾ ചെയ്തു. മറ്റ് ഇന്ത്യൻ പദ്ധതികൾ. മംഗൾയാൻ. 2013 നവംബർ 5-ന് ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യമാണ് മാർസ് ഓർബിറ്റർ മിഷൻ അഥവാ MOM. മാർസ് ഓർബിറ്റർ മിഷൻ അനൗദ്യോഗികമായി മംഗൾയാൻ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര യാത്രാ ദൗത്യമാണ് മംഗൾയാൻ. അപ്പോൾ ചന്ദ്രനിലേക്കുള്ള യാത്ര കൂടാതെ ആദ്യമായിട്ട് ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്, അതിലേക്കുള്ള യാത്ര കൂടാതെ ആദ്യമായി മറ്റൊരു ഗ്രഹത്തിലേക്ക് നടത്തുന്ന യാത്രയായതുകൊണ്ടാണ് ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര യാത്രാ ദൗത്യമെന്ന് പറയുന്നത്. മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച ഡേറ്റ് 2014 സെപ്റ്റംബർ 24. ഈ ഡേറ്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 2014 സെപ്റ്റംബർ 24-ന് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെടുന്ന 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചൊവ്വയിലെ ജലസാന്നിധ്യം, അന്തരീക്ഷ ഘടന, അണുവികിരണ സാന്നിധ്യം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. അപ്പോൾ എന്തൊക്കെ പഠിക്കാൻ, ഏതൊക്കെ പ്രത്യേകതകൾ പഠിക്കാൻ വേണ്ടിയാണ് മംഗൾയാൻ വിക്ഷേപിച്ചതെന്ന് നോക്കി വെക്കുക. മംഗൾയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് PSLV-XL. ആ സീരീസിലുള്ള XL സീരീസിലുള്ള PSLV-C25 ആണ് റോക്കറ്റിൻ്റെ പേര്. 7 നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് മംഗൾയാൻ പേടകത്തിലുള്ളത്. അപ്പോൾ പേലോഡ്സ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 7 ആണ്. ഇനി ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. 2020-ലും 2021-ലുമായി മനുഷ്യരില്ലാത്ത പേടകങ്ങൾ ബഹിരാകാശത്തെത്തിച്ച ശേഷം 2021 അവസാനത്തോടെ മനുഷ്യരെ ഉൾപ്പെടുത്തി പേടകങ്ങൾ ബഹിരാകാശത്തെത്തിക്കുന്നതിനായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ പദ്ധതി 2026 വരെ നീളുമെന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ ടെക്നോളജി ഡെമോൺസ്ട്രേഷനും ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള പരിശീലനവുമാണ് നടക്കുന്നത്. നമ്മൾ കണ്ടു, പ്രശാന്ത് ബാലകൃഷ്ണൻ അതുപോലെ ശുഭാംശു ശുക്ല അടക്കം 4 പേരെ തിരഞ്ഞെടുത്ത് അവരെ പരിശീലനത്തിനായി അയച്ചു. അതൊക്കെ ഗഗൻയാൻ്റെ ആദ്യ ഘട്ടമായിരുന്നു. ഇനി യാത്രക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന റോക്കറ്റ് ഏതാണ്? LVM-3 ആണ്. LVM-3യുടെ റോക്കറ്റിലാണ് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ ബാഹുബലി എന്നറിയപ്പെടുന്നത് LVM-3 റോക്കറ്റാണ്.
7 ദിവസം യാത്രക്കാർ ബഹിരാകാശത്ത് തങ്ങുന്നതോടെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. മുന്നേ ഏതൊക്കെ രാജ്യങ്ങളാണ് എത്തിച്ചിട്ടുള്ളത്? റഷ്യ, അമേരിക്ക, ചൈന. ISROയും റഷ്യൻ സ്പേസ് ഏജൻസിയുമായ റോസ് കോസ്മോസും ചേർന്നാണ് പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യം ചോദിച്ചാൽ റഷ്യയാണ്. ഇനി ആദിത്യ L1 ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി ക്ലാസ് ദൗത്യമാണ് ആദിത്യ L1. സൗരാന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള കൊറോണോഗ്രഫി ബഹിരാകാശ പേടകമാണ് ആദിത്യ L1. അപ്പം സൂര്യനിൽ ഇറങ്ങുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു, സൂര്യനിൽ ഇറങ്ങി പരീക്ഷണങ്ങൾ നടത്തുന്നു. സൂര്യനിൽ ഇറങ്ങണമെങ്കിൽ അത്രയും ടെമ്പറേച്ചർ ഓവർകം ചെയ്യണം. അതിന് നമുക്ക് പറ്റില്ല. അപ്പോൾ ആദിത്യ L1 മെയിനായിട്ടും കൊറോണ എന്ന പ്രതലത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ISROയും വിവിധ ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങളും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത അനുബന്ധ ഉപകരണങ്ങൾ പേടകത്തിലുണ്ട്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാൻഷ്യൽ പോയിൻ്റ് L1, അതാണ് ലഗ്രാൻഷ്യൽ പോയിൻ്റ് 1, അതിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാണ് പേടകത്തെ നിലനിർത്തുന്നത്. ഇത് ഹാലോ ഓർബിറ്റ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ L1 എന്നത് ഹാലോ ഓർബിറ്റ് എന്നും അറിയപ്പെടുന്നു. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. വിക്ഷേപണ വാഹനം PSLV XL സീരീസിലാണ്. PSLV C57 ആണ്. അത് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. 57 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആദിത്യ L1ൻ്റെ ഡേറ്റുകളൊക്കെ ഓർത്ത് വയ്ക്കാം. ഇനി ആദിത്യ L1ൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? സൗരാന്തരീക്ഷത്തിൻ്റെ സംയോജനവും ചലനാത്മകതയും മനസ്സിലാക്കൽ, സൗരവാതത്തിൻ്റെ വിതരണം, താപനിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളുടെ പഠനം, ബഹിരാകാശ കാലാവസ്ഥ, കൊറോണൽ ഹീറ്റിംഗ് എന്നിവയെക്കുറിച്ചുള്ള പഠനം. ഇതിന് 7 പേലോഡുകളാണുള്ളത്. അപ്പോൾ ആ 7 പേലോഡുകളുടെ പേര് പഠിച്ചു വെക്കണം. രംഭ, ചാസ്തെ അങ്ങനെയെല്ലാം പറഞ്ഞ് 7 പേലോഡുകളുണ്ട്. ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിക്കാനുള്ളത് ചാസ്തെ എന്ന പേലോഡാണ്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റായ ഒരുപാട് പോയിൻറ്റ്സ് ഉള്ള ഒരു ചാപ്റ്ററാണിത്. എല്ലാവരും പഠിച്ചു വെക്കാം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ചാപ്റ്ററുമായിട്ട് വരാം. താങ്ക് യു.